ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിൻ്റെ താഴികക്കുടത്തിൽ ചോർച്ച കണ്ടെത്തി. താജ്മഹലിൻ്റെ 73 മീറ്റർ ഉയരത്തിലുള്ള പ്രധാന താഴികക്കുടത്തിലാണ് വിള്ളൽ കണ്ടെത്തിയത്. ആർക്കിയോളജി ഓഫ് സർവേ നടത്തിയ തെർമൽ സ്കാനിങ്ങിലാണ് ചോർച്ച കണ്ടെത്തിയത്. ഇന്ത്യയുടെ അഭിമാനമായ ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹലിന്റെ പ്രധാന താഴികക്കുടത്തിലാണ് ചോർച്ച കണ്ടെത്തിയത്. 73 മീറ്റർ ഉയരത്തിലുള്ള പ്രധാന താഴികക്കുടത്തിലാണ് വിള്ളൽ. താഴികക്കുടത്തിലെ കല്ലുകളെ ബന്ധിപ്പിക്കുന്ന കുമ്മായക്കൂട്ടിന് ബലക്ഷയം സംഭവിച്ചതാണ് ചോർച്ചയ്ക്ക് കാരണം. താഴികക്കുടത്തെ താങ്ങി നിർത്തുന്ന ഇരുമ്പ് ഘടനയുടെ സമ്മർദ്ദം മൂലമാകാം ബലക്ഷയം സംഭവിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. താഴികക്കുടത്തിന്റെ മേൽക്കൂരയുടെ വാതിലും തറയും ദുർബലമായതായും കണ്ടെത്തിയിട്ടുണ്ട്. ചോർച്ചയെ തുടർന്ന് ആർക്കിയോളജിക്കൽ സർവേ നടത്തിയ തെർമൽ സ്കാനിങ്ങിലാണ് വിള്ളൽ കണ്ടെത്തിയത്. കൂടുതൽ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ഉടൻ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കും. ചോർച്ച പൂർണ്ണമായി പരിഹരിക്കാൻ 6 മാസമെങ്കിലും സമയമെടുക്കുമെന്ന് താജ്മഹലിന്റെ സീനിയർ കൺസർവേഷൻ അസിസ്റ്റന്റ് പ്രിൻസ് വാജ്പേയി അറിയിച്ചു. ആഗ്രയിൽ യമുന നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന താജ്മഹൽ മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തന്റെ പത്നി മുംതാസ് മഹലിന്റെ സ്മരണയ്ക്കായാണ് പണികഴിപ്പിച്ചത്. പൂർണ്ണമായും വെണ്ണക്കല്ലിൽ നിർമ്മിച്ച സ്മാരകം 22 വർഷമെടുത്താണ് നിർമ്മിച്ചത്. 1983 ലോക പൈതൃക സ്ഥലങ്ങളുടെ പട്ടികയിൽ യുനെസ്കോ താജ്മഹലിനെ ഉൾപ്പെടുത്തി. എന്നാൽ താജ്മഹലും പഴയ ഹിന്ദു ക്ഷേത്രമായിരുന്നു എന്ന സംഘപരിവാർ വാദം ഗ്യാൻ വ്യാപിയുടെയും ഷാഹി ജമാ മസ്ജിദിന്റെയും പശ്ചാത്തലത്തിൽ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.